ബ്രഹ്മയുഗത്തിന്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മെഗാസ്റ്റാർ അഥവാ മെഗാ പെർഫോമർ മമ്മൂട്ടി, രാഹുൽ സദാശിവൻ, ടി.ഡി. രാമകൃഷ്ണൻ, ക്രിസ്റ്റോ സേവ്യർ, ഷെഹനാദ് ജലാൽ, അർജുൻ അശോകൻ, സിദ്ധാർത്ഥ് ഭരതൻ ഇവരെല്ലാവരും ഒരുമിച്ച ബ്രഹ്മയുഗം. കലിയുഗത്തിന്റെ ഒരു അപഭ്രംശം. കുറെ നാളുകളായി അപ്ഡേഷൻസ് ഒക്കെ വരുമ്പോൾ ഞെട്ടിച്ചുകൊണ്ടിരുന്ന ഒരു ചിത്രത്തിന്റെ തിയേറ്റർ എക്സ്പീരിയൻസ് കണ്ടപ്പോൾ മുകളിൽ പറഞ്ഞ പേരുകൾ ആദ്യം തന്നെ പറയണമെന്ന് തോന്നി. ഒരു സിനിമയെ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് അതിന്റെ സ്വത്വം ചോരാതെ അതിന്റെ ആത്മാവ് പ്രേക്ഷകരുമായി തൊട്ടറിയിച്ച് ത്രസിപ്പിച്ച് കാണിച്ചു കൊടുക്കുന്ന അനുഭവം, അതാണ് ബ്രഹ്മയുഗം എന്ന സിനിമ കണ്ട ആ ഒരു എക്സൈറ്റ്മെന്റ് മാറിയിട്ടില്ലേ? അതുകൊണ്ടാണ് മലയാള സിനിമയിൽ വളരെ വിരളമായി കിട്ടുന്ന വൺ ഓഫ് എ കൈൻഡ് എക്സ്പീരിയൻസ് എന്ന് നിസ്സംശയം പറയാം ബ്രഹ്മയുഗം എന്ന സിനിമയെ. ചിത്രത്തിന്റെ കഥാപരമായ കാര്യത്തിലേക്ക് കടക്കുന്നില്ല, കാരണം എന്ത് പറഞ്ഞാലും അത് സിനിമ കാണാൻ പോകുന്നവരുടെ ആസ്വാദന നിലവാരത്തെ പ്രതികൂലമായി ബാധിക്കും. അതുകൊണ്ട് കഥാപരമല്ലാത്ത കാര്യങ്ങളുടെ ഒരു റിവ്യൂ പറയുകയാണ്. സിനിമയുടെ ടെക്നിക്കൽ വശങ്ങളായ സിനിമാറ്റോഗ്രഫി, സ്കോറിംഗ്, BGM, സോങ്സ് ഉൾപ്പെടെയുള്ള സൗണ്ട് ഡിസൈനിങ്, ആർട്ട് ഡയറക്ഷൻ, എഡിറ്റിംഗ്, കളർ കറക്ഷൻ എല്ലാം അതിഗംഭീരമായി തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. വെറുതെ ഒരുക്കിയല്ല, വളരെ പഠിച്ച് നോക്കിയും കണ്ടും ഒക്കെ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. അത് ആ തിയേറ്ററിൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കും. ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലേ എന്ന് ഓർത്താൽ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നത് വെറുതെ ഒരു അലങ്കാരത്തിന്റെ ഒരു ഫിൽറ്റർ വലിച്ചിടുന്ന പരിപാടി അല്ല എന്ന് സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. മോണോക്രോമിൽ എടുത്തിരിക്കുന്ന ചിത്രത്തിന്റെ ഓരോ ഫ്രെയിമും എത്രമാത്രം ഹോംവർക്ക് ചെയ്താണ് അണിയറ പ്രവർത്തകർ നമുക്കായി ഒരുക്കിയിരിക്കുന്നതെന്നത് തിയേറ്ററിൽ കണ്ട് തന്നെ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. കഥാപാത്രങ്ങളിലേക്ക് ഇനി കടന്നാൽ അർജുൻ അശോകൻ, സിദ്ധാർത്ഥ് ഭരതൻ, അമാൽഡ ലിസ്, മണികണ്ഠൻ ആചാരി എന്നിങ്ങനെ വളരെ ചുരുക്കം കഥാപാത്രങ്ങൾ മാത്രമാണ് സിനിമയിലുള്ളത്. ഒപ്പം മലയാളത്തിന്റെ മഹാനടൻ, ഇന്ത്യൻ സിനിമയുടെ ഒരേ ഒരു മെഗാസ്റ്റാർ മമ്മൂട്ടിയും. ഈ സിനിമയെക്കുറിച്ച് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ശരിക്കും സിനിമ കണ്ടതിന്റെ എക്സൈറ്റ്മെന്റ് മാറിയിട്ടുമില്ല. അതിന്റെ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് അഭിനയ ഭ്രാന്തനായ, സിനിമാ ഭ്രാന്തനായ ഒരു മനുഷ്യന്റെ ഭ്രമിപ്പിക്കുന്ന, കൊതിപ്പിക്കുന്ന അഭിനയം തന്നെയാണ്. ഈ മനുഷ്യന് പ്രായമാകില്ല, കാരണം ഈ മനുഷ്യൻ ഇപ്പോഴും അദ്ദേഹത്തിന്റെ സ്വന്തം വാക്കുകളിൽ പറഞ്ഞാൽ ആർത്തിയോടെ പഠിച്ചും പരീക്ഷിച്ചും ഒരു നടനായി വീണ്ടും വീണ്ടും തന്നെ രാഗി മിനുക്കി മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. കൊടുമൻ പോറ്റി എന്ന നമ്പൂതിരി കഥാപാത്രത്തിന്റെ ഓരോ മാനറിസവും കാണുമ്പോൾ ഇതൊക്കെ തന്നെ വീണ്ടും വീണ്ടും നമ്മുടെ മനസ്സിലൂടെ കയറി ഇറങ്ങിപ്പോകും. പോറ്റിയുടെ ഇരിപ്പും നടപ്പും നിൽപ്പും കഴിപ്പും സംസാരവും ചിരിയും തന്ത്രങ്ങളും ഒക്കെ കാണുമ്പോൾ അവിടെ ഒന്നും മമ്മൂട്ടി എന്ന സൂപ്പർ സ്റ്റാറിനെയോ വ്യക്തിയെയോ നമ്മൾ കാണുന്നില്ല. പതിറ്റാണ്ടുകൾ നമ്മൾ മമ്മൂട്ടിയിലൂടെ കണ്ട ഒരു കഥാപാത്രത്തിനെയും ആ കഥാപാത്രങ്ങളെ ഒന്നും ഒരു ലാഞ്ചന പോലും അവിടെ കാണില്ല. ഇതാ ഒരു പുതിയ മമ്മൂട്ടി. അഭിനയത്തിന്റെ മാസ്മരിക എന്താണെന്ന് അയാൾ പറയുന്നില്ല, അനുഭവിപ്പിച്ച് വിടുകയാണ്. ഒരുപാടൊന്നും പറയുന്നില്ല, പക്ഷെ നിങ്ങൾ ഒരു സിനിമാ പ്രേമിയാണെങ്കിൽ ബ്രഹ്മയുഗം നിങ്ങൾ കണ്ടേ പറ്റൂ. കാരണം ഒരുപാടുണ്ട് കണ്ട് പഠിക്കാൻ. വർഷങ്ങൾക്കപ്പുറം ഒരുപക്ഷെ ഈ കഥാപാത്രമൊക്കെ അഭിനയം പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ചാപ്റ്ററായി മാറിയേക്കാം. അതുപോലെയാണ് സിനിമയിലെ ഓരോ മൊമെന്റിലും മമ്മൂട്ടി തന്റെ പെർഫോമൻസ് കൊണ്ട് നമ്മളെ ഞെട്ടിക്കുന്നത്. ഒരു ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു ഇളക്കം പോലും അദ്ദേഹം എന്ത് രസമായിട്ടാണ് കാണിക്കുന്നത്, അവതരിപ്പിക്കുന്നത് എന്നൊക്കെ കണ്ട് നമ്മൾ ഞെട്ടും, കോരിത്തരിക്കും. മമ്മൂട്ടിയെ കുറിച്ച് ഇത്രയും പറയുമ്പോൾ എടുത്തു പറയേണ്ടുന്ന മറ്റു രണ്ട് പേരുകളുണ്ട്, അർജുൻ അശോകനും സിദ്ധാർത്ഥ് ഭരതനും. നിരവധി കഥാപാത്രങ്ങളിലൂടെ നമുക്ക് മികച്ച നടനെന്ന് തെളിയിച്ച അർജുൻ അശോകന്റെ വളരെ മികച്ച കഥാപാത്രമാണ് ചിത്രത്തിലെ പാണന്റെ കഥാപാത്രം. അതുപോലെ തന്നെ കുസ്നിക്കാരന്റെ വേഷത്തിലാണ് സിദ്ധാർത്ഥ് ഭരതൻ എത്തിയിരിക്കുന്നത്. സിനിമ തുടങ്ങി ആദ്യത്തെ ഒരു 10-15 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ ഇവരൊരു സാധാരണ കഥാപാത്രങ്ങളൊക്കെ ആണെന്ന് നമുക്ക് തോന്നിയേക്കാം. പക്ഷെ പടം തുടങ്ങി ഒരു 1/4 മണിക്കൂർ കഴിയുമ്പോൾ ഇരു കഥാപാത്രങ്ങളും നമ്മളെ ഞെട്ടിക്കാൻ തുടങ്ങും. താരങ്ങളെ പോലെ തന്നെ ഒന്നാം സ്ഥാനത്ത് നിർത്തേണ്ടുന്ന ഒരു കാര്യമാണ് സിനിമയുടെ തിരക്കഥ. അതുപോലെ തന്നെ ടി.ഡി. രാമകൃഷ്ണന്റെ മികച്ച സംഭാഷണങ്ങളും. 17-ാം നൂറ്റാണ്ടിൽ നടന്ന ഐതിഹ്യമാലയിലെ ഒരു മാന്ത്രിക കഥയോ, രാത്രിയിൽ അരണ്ട വെളിച്ചത്തിൽ കുഞ്ഞിലെ മുത്തശ്ശിയുടെ മടിയിൽ കിടന്ന് കേട്ട ഒരു ഫാന്റസി കഥയോ പോലെ ഹൊററും ഫാന്റസിയും ഡ്രാമയും എല്ലാം നിറഞ്ഞ മറ്റൊരു ലോകത്തിലേക്കാണ് സംവിധായകൻ രാഹുൽ സദാശിവൻ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഒരു പുതിയ തിയേറ്റർ അനുഭവം ആഗ്രഹിക്കുന്നവർക്ക് ടിക്കറ്റ് എടുക്കാം. ബ്രഹ്മയുഗം മടുപ്പിക്കില്ല. കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മൂവി ടാസിൽസ്.